എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭയപ്പെടില്ല. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. ചിറകുകളാൽ അവൻ മറയ്ക്കുമതാ, ഒരു ദോഷവും എനിക്കു വരാം. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാ, ഒരു ദോഷവും എനിക്കു വരാം. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം എൻ്റെ 5-6 വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിന്മയിലെ മുന്തിരിത്തോട്ടത്തിലെ ബാലസമൂഹത്തിൻ്റെ അലർച്ച എന്നുള്ള ഒരു വിഷയമാണ്. ഇസ്രായേലിൻ്റെ ന്യായാധിപനായിരുന്ന ശിംശോൻ നാസീർ വ്രതക്കാരനും ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവനുമായിരുന്നു. ഫെലിസ്തരെ ഒതുക്കുവാൻ തക്കോണം ദൈവം നിയോഗിച്ച വ്യക്തിയായിരുന്നു ശിംശോൻ. അപ്പനും അമ്മയും ചേർന്ന് ശിംശോനെ പെണ്ണു കാണാൻ ചടങ്ങിനു വേണ്ടി തിമ്നയിലേക്ക് പോകും വഴി മുന്തിരിത്തോട്ടത്തിൽ ഒളിച്ചിരുന്ന ഒരു ബാലസിംഹം ശിംശോൻ്റെ മേൽ ചാടി വീണു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. ഒന്നും കയ്യിലില്ലാതെ ഇരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ കീറിക്കളഞ്ഞു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. അപ്പനും അമ്മയും കൂടെ ഉണ്ടായിരുന്നിട്ടും ബാലസിംഹം ചാടി വീണതും അലറിയതും ശിംശോൻ്റെ നേരെയായിരുന്നു. പ്രിയ ശ്രോതാക്കളെ, ശത്രു എപ്പോഴും നോക്കുന്നതും അവൻ്റെ ലക്ഷ്യവും അഭിഷേകം ഉള്ളവനോട് മാത്രമാണ്. സ്റ്റേജ് തകർപ്പം പ്രസംഗം നടത്തുന്നവരെ സാത്താന് പേടിയില്ല. മൂട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ലോകം അറിയുകയില്ലെങ്കിലും ദൈവം അവരെ അറിയും. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നവരോടൊപ്പം ദൈവത്തിൻ്റെ നിറസാന്നിധ്യം ഉണ്ടായിരിക്കും. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിർമ്മിതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യമാണ്. അതെ, ഒരു അഭിഷേകമുള്ളവൻ്റെ നേരെ മാത്രമേ ശത്രു ചാടി വീഴുകയുള്ളൂ. ഇവിടെ ശിംശോൻ ചെയ്തത്, അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അവന് ഒരാട്ടിൻകുട്ടിയെപ്പോലെ അതിനെ കീറിക്കളഞ്ഞു എന്നാണ്. പ്രിയ ദൈവവേദനയെ, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ഈ വിധത്തിലുള്ള പരിശോധനകൾ ഒരുപക്ഷെ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നിരിക്കാം. തക്ക സമയത്ത് ദൈവം തുണയായി ഓടിയെത്തും. ശത്രുവിനെയും പകനെയും മിണ്ടാതാക്കുന്ന ദൈവപ്രവൃത്തി തൽക്ഷണം നടക്കുന്ന കാണാൻ സാധിക്കുകയും ചെയ്യും. പത്രോസ് പറയും പോലെ അതിനെ കണ്ടെത്താൻ നമ്മൾ നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം. സാത്താൻ അനേകരിലും മയക്കവും ഛിദ്രവും വിശുദ്ധി നഷ്ടപ്പെടുത്തിയും ആത്മീയനെ വേട്ടയാടിക്കൊണ്ടിരിക്കുവാനുള്ള പഴുതുകൾ ഒരു ദൈവവേദനയുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അതിനായി നാം എന്താണ് ചെയ്യേണ്ടത്? 110-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. അതെ, നമ്മുടെ ദൈവ പാദപീഠത്തെങ്കിൽ ഇരിക്കാൻ നാം നമ്മെ തന്നെ ഏൽപ്പിക്കുന്നുവെങ്കിൽ യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അതിനാലാണ് പൗലോസ് പറഞ്ഞത്, കർത്താവ് എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. 2 തിമോത്തിയോസ് 4:17. ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്ന ഏത് വ്യക്തിയായാലും അവരെ വേട്ടയാടുവാൻ ശത്രുവായ ബാലസിംഹങ്ങൾ എതിർപ്പെടുന്നുവെന്ന് വരിക. അപ്പോൾ നമുക്ക് ആശ്രയിപ്പാനുള്ളത് ദൈവത്തിൻ്റെ പാദപീഠമാണ്. ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദൈവം ശത്രുവിനെ എങ്ങനെ എതിർപ്പെടണമെന്ന് ആലോചന പറഞ്ഞു തരും. സ്റ്റേജിളക്കിയും ജനത്തിളക്കിയും നടത്തുന്ന പ്രസംഗങ്ങളിൽ പ്രതിസന്ധികളില്ലാതിരിക്കുന്നതും ഒരു ആത്മീയ ശുശ്രൂഷ നടക്കുമ്പോൾ അതിന്മേലുണ്ടാകുന്ന പ്രതികൂലങ്ങൾക്കും കാരണം ഞാൻ പറയാതെ അറിയാമല്ലോ. പലപ്പോഴും പലയിടങ്ങളിൽ ആത്മീയ ശുശ്രൂഷകൾ പൂർത്തീകരിക്കാതെ ശത്രു പ്രവർത്തിക്കുന്നത് കാണാം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ദുഷ്ടന്റെ പ്രവർത്തികളെ നിർവീര്യമാക്കുവാൻ സർവ്വശക്തനായ ദൈവത്തിന് കഴിയും. ശിംശോന്റെ മേൽ ചാടി വീണ ശിംശോന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ ബാലസമൂഹത്തെ കീറിക്കളഞ്ഞതുപോലെ
ഓരോ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ഓരോ വ്യക്തിക്കും ശത്രുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം കൃപ നൽകത്തരുത് എന്ന് ചെയ്തിരും. ഏത് പ്രതിസന്ധി ആയാലും കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുകയും ദൈവികമായ വഴിയിലൂടെ നടക്കുകയും നമ്മുടെ വിശുദ്ധിയെ കാത്തും തികച്ചും നമ്മുടെ അരുമനാഥൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിപ്പാൻ തക്കണം നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നെങ്കിൽ ശത്രു നമ്മെ വിട്ട് ഓടിപ്പോകുവാൻ സാധിക്കും. ആകയാൽ അലർന്ന സിംഹം എന്ന പോലെ പിശാച് നമ്മളെ ചുറ്റും ഊടാടി സഞ്ചരിക്കുമ്പോൾ അവനൊരു പഴുത് പോലും കൊടുക്കുവാനിടയാകാതെ ഇയ്യോബിൻ്റെ ഭവനത്തിന് ചുറ്റും സാത്താൻ ചുറ്റി നടന്നപ്പോൾ ദൈവം അവനെ വേലി കെട്ടി സൂക്ഷിച്ചെന്ന് പറഞ്ഞ പ്രകാരം ദൈവത്തിൻ്റെ വേലിയാൽ, സുരക്ഷത്തിൻ്റെ വേലിയാൽ ദൈവം നമ്മളെ പരിപാലിക്കും, സൂക്ഷിക്കും. ആകയാൽ നമ്മൾ നശിച്ചു പോകാൻ ദൈവം ഒരിക്കലും ഇടയാകത്തില്ല. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ പുതുശക്തിയോട് പുതുബലത്തോട് മുന്നേറുവാൻ സർവ്വശക്തനായ കർത്താവ് നമ്മുടെ അവരുടെ ജീവിതത്തെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ ഇന്ന് പ്രഭാത സമയം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.